ഇന്നത്തെ വീഡിയോയിൽ അതിമനോഹരമായിട്ടുള്ളൊരു സ്ഥലം പരിചയപ്പെടുത്താനാണ് വന്നിരിക്കുന്നത്. ഇൻസ്റ്റാഗ്രാമിലോ യൂട്യൂബിലോ ഒന്നും വന്നിട്ടില്ലാത്ത ഒരു സ്ഥലമാണ് ഇന്ന് നിങ്ങളെ ഞാൻ കാണിക്കാൻ വേണ്ടി കൊണ്ടുപോകുന്നത്. വന്യമൃഗങ്ങളൊക്കെ ധാരാളമുള്ള ഒരു കാട്ടുപാതയിലൂടെയാണ് ഇതാ പോകുന്നത്. വഴി കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും, എതിരെ വരാൻ പോലും വേറെ വണ്ടികളൊന്നുമില്ല. അപ്പോൾ ആ വഴി നേരെ ചെന്ന് എത്തുന്നത് എവിടെയാണെന്നൊക്കെ നമുക്ക് വഴിയെ കാണാം. പിന്നെ ആദ്യമേ തന്നെ പറയട്ടെ, ഈ വഴിയിലേക്ക് വരാൻ ശ്രമിക്കരുത്. ഇവിടെ പെർമിഷൻ ഇല്ലാത്തൊരു ഏരിയ കൂടെയാണ്. അതുകൊണ്ട് ആ സംഭവം എന്താണെന്നുള്ളത് ഈ വീഡിയോയിലൂടെ മാത്രം നിങ്ങൾ കണ്ട് മനസ്സിലാക്കുക. അങ്ങോട്ടേക്ക് പോകാൻ ശ്രമിക്കരുത്. അവിടെയുള്ള ആളുകളെ ശല്യം ചെയ്യാനും ശ്രമിക്കരുത്. അത് ആദ്യമേ തന്നെ വീഡിയോയുടെ തുടക്കത്തിൽ ഞാൻ എഴുതി കാണിച്ചിട്ടുമുണ്ട്, ഇപ്പോഴും പറയുകയാണ്. അപ്പോൾ നീ എങ്ങനെയാണ് അവിടെ കെട്ടി എഴുന്നള്ളി പോയത് എന്നുള്ളൊരു ചോദ്യം നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കും. നമ്മളൊരു ജോലി ആവശ്യത്തിന് വേണ്ടി പോയപ്പോൾ എടുത്തൊരു വീഡിയോ ആണിത്. വളരെ നാളുകൾക്ക് മുന്നേ എടുത്തൊരു വീഡിയോ ആണ്. അതുകൊണ്ട് മാത്രമാണ് ഇന്നിവിടെ പോസ്റ്റ് ചെയ്യുന്നത്. ഈ വനത്തിനകത്താണ് ഏത് സമയവും ആനയും കാട്ടുപോത്തും പുലിയൊക്കെ ഉള്ളൊരു സ്ഥലമാണ് ഇത്. ഇടമലയാർ ഡാമിലേക്ക് പോകുന്ന ഒരു വഴിയാണ്. അവിടെ പണ്ട് 80 കാലഘട്ടങ്ങളിൽ ഒരു ഗുഹ ഉണ്ടാക്കിയിട്ടുണ്ട്, തുരങ്കം ഉണ്ടാക്കിയിട്ടുണ്ട്. മല തുരന്ന് ഒരു ഗുഹ ഉണ്ടാക്കിയിട്ടുണ്ട്. അതാണ് നമ്മളിപ്പോൾ ഇവിടെ കാണുന്നത്. ഏകദേശം ഒരു 100 മീറ്റർ 150 മീറ്റർ നീളമുണ്ട് ഈ ഗുഹയ്ക്ക്. എന്തായാലും ഇതുവഴി ഇപ്പം ബസ് രാവിലെയും വൈകിട്ടും ബസ് പോകുന്നുണ്ട്. ഇവിടുന്ന് ഊരിൽ നിന്ന് ഇടമലയാർ ഡാം വഴി ബസ്സുണ്ട്. ബസ് കോതമംഗലത്തിലേക്ക് ബസ്സുണ്ട്. പക്ഷേ ആ ബസ്സിൽ ഒരിക്കലും നമുക്കിവിടെ ഒന്ന് സ്റ്റേ ചെയ്യാൻ പറ്റത്തില്ല. അല്ലെന്നുണ്ടെങ്കിൽ ആ ബസ്സിൽ കയറിയിട്ട് തിരിച്ചു പോകാൻ വിചാരിക്കേണ്ട, ഒറ്റ ബസ് മാത്രമേ ഉള്ളൂ ഈ വഴിയിൽ. ഈ ഗുഹയ്ക്ക് മറ്റൊരു പ്രത്യേകതയുണ്ട്. വൈശാലി സിനിമയുണ്ടല്ലോ പണ്ടത്തെ, ആ സിനിമയുടെ കുറേ രംഗങ്ങൾ ഇവിടെ വെച്ച് ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ ഗുഹയ്ക്ക് വൈശാലി ഗുഹ എന്ന് കൂടെ ഒരു പേര് വരാൻ കാരണം. നമുക്ക് ഈ ഇടമലയാർ ഡാം നിർമ്മിക്കുന്ന സമയത്ത് ഇതിനപ്പുറത്തൊരു ക്വാറിയുണ്ട്. ആ ക്വാറി അവിടെ ഒരു പാറമടയാണ്. ആ പാറമടയിൽ നിന്നും കല്ലുകളും ബാക്കിയുള്ള സാധനങ്ങളും കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നിർമ്മിച്ച ഒരു ഗുഹയാണിത്. അപ്പോൾ ആ തുരങ്കത്തിനകത്തൂടെ ഇപ്പോൾ KSRTC ബസ്സുണ്ട്. എന്ന് വെച്ചാൽ ഇതിനകത്ത് ഈ തുരങ്കം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ഗ്രാമമുണ്ട്, ഒരു ആദിവാസി ഉന്നതിയുണ്ട്. ഉന്നതിയിലെ ആൾക്കാർക്ക് പോകാനും വരാനും വേണ്ടിയിട്ട് ഒരു സ്റ്റേ ബസ്സാണ്. രാത്രി ആ ബസ് അവിടെ സ്റ്റേ ആണ്. അതുകൊണ്ട് മറ്റുള്ള ആൾക്കാർക്ക് ആർക്കും ഈ ബസ്സിലേക്ക് കയറാൻ പറ്റത്തില്ല. അഥവാ കയറിയാലും ഡാമിൻ്റെ മുന്നിലുള്ള വടാട്ടുപാറയിൽ വെച്ചിട്ട് അവരെല്ലാം അതിനകത്തുനിന്ന് ഇറക്കി വിടും, ബസ്സിനകത്തുനിന്ന് ഇറക്കി വിടും. തൈ കാണുന്ന ഇടതുവശത്തേക്ക് പോയി കഴിഞ്ഞാണ് ക്വാറി ഉള്ളത്. പക്ഷേ അവിടെയൊന്നും നമുക്ക് പോകാനുള്ള പെർമിഷൻ ഇല്ല. വനം വകുപ്പ് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, കാടിനകത്ത് നമുക്ക് ഈ അകത്തേക്ക് വനത്തിനകത്തേക്ക് കയറരുത് എന്നുള്ള പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ അങ്ങോട്ട് പോയിട്ട് തിരിച്ചു വന്നപ്പോൾ തന്നെ പെട്ടെന്ന് മഴയും പെയ്തായിരുന്നു. അങ്ങനെ നമ്മളിവിടെ ഒതുങ്ങി നിന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ സ്ഥലവാസികളായിട്ടുള്ള 2 പേര് ഇവിടെ ഉണ്ടായിരുന്നു. അവരോട് കാര്യങ്ങളൊക്കെ ചോദിച്ചപ്പോഴും ഈ ഗുഹയ്ക്കകത്ത് ആന കയറാറില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാൽ പിൽക്കാലത്ത് ആന കയറിയ കഥയും ഇവർ പറയുന്നുണ്ടായിരുന്നു കേട്ടോ. ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ വരുന്ന വഴിയോ അല്ലെന്നുണ്ടെങ്കിൽ ഏത് വഴിക്ക് വരണം എന്നൊന്നും ഞാൻ പറയാത്തതിൻ്റെ കാരണം ഇത് പൂർണ്ണമായിട്ടും സംരക്ഷിത വനമേഖല കൂടിയാണ്. KSEBയുടെയും ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും കീഴിൽ വരുന്നൊരു സ്ഥലം കൂടെയാണ്. അതുകൊണ്ട് ഇവിടെ വരുന്നതിന് പ്രത്യേക പെർമിഷൻ എടുത്തിട്ട് മാത്രമാണ് നമ്മൾ വന്നത്. അല്ലാതെ നമ്മൾ ചെന്ന് പറഞ്ഞ ഉടനെ വെറുതെ കയറ്റി വിടുന്ന ഒരു സ്ഥലമല്ല ഇത്. അതുകൊണ്ട് കഴിവതും ആരും ഇവിടെ വന്നു കഴിഞ്ഞ് മുഷിഞ്ഞ് തിരിച്ചു പോകേണ്ട ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് വരരുത് എന്ന് ഞാൻ പറയാനുള്ള കാരണം കയറ്റി വിടത്തില്ല. പിന്നെ കൂടാതെ നമ്മൾ വരുന്ന വഴിയിലുള്ള വീഡിയോസൊന്നും നമ്മൾ അധികം കാണിച്ചില്ല. അതിൻ്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആദ്യമേ പറഞ്ഞു, സംരക്ഷിതമായിട്ട് കാണുന്ന ഒരു സ്ഥലമാണ്. കൂടാതെ ഇടമലയാർ ഡാം സ്ഥിതി ചെയ്യുന്ന ഒരു സ്ഥലമാണ്. ഡാം ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ ഡാമിൻ്റെ വീഡിയോയോ അല്ലെങ്കിൽ ഡാമിൻ്റെ പരിസര പ്രദേശങ്ങളുടെ വീഡിയോ ഒന്നും എടുക്കാനുള്ള അധികാരമില്ല, അവകാശമില്ല. അതുകൊണ്ട് അവർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഡാമിൻ്റെ വീഡിയോകളൊന്നും എടുക്കരുത് എന്നുള്ള പറഞ്ഞിട്ടുണ്ടായിരുന്നു. എല്ലാ സ്ഥലങ്ങളിലും പോകുന്ന വഴിക്ക് ബോർഡ് വെച്ചിട്ടും ഉണ്ടായിരുന്നു. എങ്കിൽ തന്നെ ബോർഡ് കാണണമെങ്കിൽ തന്നെ ഇതിനകത്ത് കയറിയാൽ മാത്രമേ ഇതെല്ലാം കാണാനും പറ്റത്തുള്ളൂ. കയറ്റി വിടില്ല എന്നുള്ളത് പിന്നെയും ഓർപ്പിക്കുകയാണ്. കാരണം നമുക്കൊരു മലയാളികൾക്കൊരു സ്വഭാവമുണ്ട്, ആ ഒരു അവധി കിട്ടിക്കഴിഞ്ഞാൽ നേരെ വണ്ടി എടുത്തോട്ട് പോകുന്നത് ഇതുപോലൊരു ഹിഡൻ പ്ലേസിലോട്ടായിരിക്കും പോകുന്നത്, പുതിയൊരു സ്ഥലം കിട്ടിക്കഴിഞ്ഞാൽ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നിനും മറക്കണ്ട.
അപ്പോൾ ഈ സ്ഥലത്തേക്ക് പോകരുത് കേട്ടോ.